+1 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിച്ച സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടോ, അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് അവൈലബിൾ ആണോ, സെക്കൻഡ് ലാംഗ്വേജ് ഏത് തിരഞ്ഞെടുക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ മക്കൾക്കുണ്ടാവും ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും ഇന്ന് ക്ലിയർ ചെയ്യുന്നതാണ്. വീഡിയോ മുഴുവൻ കാണുക. ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള. നിലവിൽ സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് സ്കൂൾ കോഡ് സെലക്ട് ചെയ്യാം, ഏത് സ്കൂളാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് കോമ്പിനേഷൻ കോഡ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് കോമ്പിനേഷൻ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണോ ബയോ സയൻസ് ആണോ എടുക്കുന്നത്, അങ്ങനെ സബ്ജക്റ്റ് കോമ്പിനേഷൻ കോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ നിങ്ങളുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് അവൈലബിൾ ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? സപ്പോസ് ചിലപ്പോൾ മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അറബിക്, ഉറുദു ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷേ എല്ലാ സ്കൂളിലും എല്ലാ സെക്കൻഡ് ലാംഗ്വേജും അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ കൊടുക്കാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് അവൈലബിൾ ആണോ എന്നെങ്ങനെ അറിയാൻ പറ്റും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. hscap.kerala.gov.in എന്നുള്ള സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. സൈറ്റിലേക്ക് എൻ്റർ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലെത്തും. അവിടെ ഹോം പേജ് കാണാം, സ്കൂൾ ലിസ്റ്റ്, ഡിസ്ട്രിക്റ്റ്, ഇങ്ങനെ ഓരോന്നും കാണാം അല്ലേ. നമ്മൾ സ്കൂൾ ലിസ്റ്റ് ടൈപ്പ് ചെയ്യാം, സ്കൂൾ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സ്കൂൾ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഏത് ഡിസ്ട്രിക്റ്റിലെ ലിസ്റ്റാണ് വേണ്ടതെന്ന് ചോദിക്കും. ഏത് ഡിസ്ട്രിക്റ്റാണ്? അപ്പോൾ മക്കൾ കോഴിക്കോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സപ്പോസ് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ക്ലിക്ക് ചെയ്യാം. കോഴിക്കോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്കൂളിലെയും ലിസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് ഗണപതി സ്കൂളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഗണപതി സ്കൂൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജും കാര്യങ്ങളും, അവിടെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ഒരു കോളം കാണുന്നില്ലേ, ആ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കോളത്തിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് 1,2 എന്ന് കാണാം. 2 നമ്പർ, 1 എന്ന് പറഞ്ഞാൽ മലയാളമാണ്, 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിന്ദിയാണ്. അവിടെ 2 ലാംഗ്വേജ് അവൈലബിൾ ആണ്. എന്ത് ചെയ്യുക, മലയാളവും അവൈലബിൾ ആണ്, ഹിന്ദി അവൈലബിൾ ആണ്. ഇങ്ങനെ ഏത് ഡിസ്ട്രിക്റ്റിലെയും ഏത് സ്കൂളിലെയും സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജുകൾ ആ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഏത് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ഓപ്റ്റ് ചെയ്യണം. അതെല്ലാവർക്കുള്ള ഡൗട്ടാണ്. മലയാളം ഓപ്റ്റ് ചെയ്യണോ, ഹിന്ദി ഓപ്റ്റ് ചെയ്യണോ? ഇപ്പോൾ ചിലർ വിചാരിക്കും മലയാളം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും, ഹിന്ദി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മാർക്ക് പോവും, അല്ലെങ്കിൽ ഉറുദു ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് പോകും, അറബിക് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് പോകും. ഇങ്ങനെയുള്ള തോട്ടൊക്കെ ഉണ്ടാവും. മക്കൾ മനസ്സിലാക്കുക, ഈ സെക്കൻഡ് ലാംഗ്വേജ് ലിബറൽ വാല്യുവേഷനാണ്, ഭയങ്കര ടഫ് വാല്യുവേഷനൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുക, ഞാൻ മലയാളം സെലക്ട് ചെയ്യാൻ എന്നല്ല പറയാം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഒരു ലാംഗ്വേജ് കൂടി പഠിച്ചിരിക്കുക എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ നമ്മൾ ക്യുവറ്റ്, ഇപ്പോൾ ഡിഗ്രി നെക്സ്റ്റ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിഗ്രി ഒക്കെ എന്ത് ചെയ്യുക, ക്യുവറ്റ് എക്സാമാണ്, CUET എക്സാമാണ്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയി പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ എന്തായിരിക്കും, ഹിന്ദി അറിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഓരോ ലാംഗ്വേജും വേറെ രാജ്യത്ത് പോയി പഠിക്കേണ്ടി വരുന്ന സമയത്ത് അവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, മലയാളത്തെക്കാളുപരി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ചുകൂടി ബെറ്റർ ഏതാണ്, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, മലയാളം അല്ലാത്ത വേറെ ഏതെങ്കിലും ലാംഗ്വേജ്, മലയാളം മോശമാണെന്നല്ല, മലയാളം നിങ്ങൾക്ക് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, എല്ലാം അറിയാം, അറിയാത്തൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. മാർക്ക് കുറഞ്ഞു പോകും എന്ന് കരുതി എന്ത് ചെയ്യുക, മലയാളം മാത്രം സെലക്ട് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കറക്റ്റായിട്ട് ഇൻഫർമേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചാനൽ അവൈലബിൾ ആണ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.